വിഷു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ, ഞാനും എൻ്റെ സ്റ്റുഡൻറ്റും. അപ്പോൾ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കയറേണ്ട കുറച്ച് ഫുഡ് സ്പോട്ട്സ് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുമല്ലോ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെ വന്നെത്തിയിരിക്കുന്നു. തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയിലുള്ള ബൗളാങ്കിരി ആർട്ട് കേവ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് ഈ ബൗളാങ്കിരി ആർട്ട് കേവിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ബൗളാങ്കിരി ആർട്ട് കേഫ്. ഈ ബൗളാങ്കിരി ആർട്ട് കേഫിന്റെ മീനിങ് എന്തായിരിക്കും? ബൗളാങ്കിരി എന്ന് വെച്ചാൽ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ബേക്ക് ഹൗസ്. അവിടെ ഫ്രഞ്ച് സ്റ്റൈൽസ് ഓൺ ബ്രെഡ്സ് ബേക്ക് ചെയ്യുന്ന സ്ഥലമാണ് ബൗളാങ്കിരി എന്ന് പറയുന്നത്. ഓ നൈസ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാതും ഇവിടുത്തെ നല്ല ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ട്രൈ ചെയ്യുന്ന ബർഗറിൽ തന്നെ എത്തി. ബർഗറും പിന്നെ ഡ്രിങ്ക്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു തിരാമിസും പിന്നെ ഡബിൾ ചോക്ലേറ്റ് ഷേക്കും ഓർഡർ ചെയ്തു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷിൻ്റെ ആയിരിക്കാം നമുക്കങ്ങോട്ട് അത് വളരെ അടിപൊളിയെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ പലർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണല്ലോ. ബർഗർ വെറും ഒരു നോർമൽ ബർഗറായിരുന്നു, ഒരു പ്രത്യേകതയില്ലാത്ത ജസ്റ്റ് സം പാറ്റി കുറച്ച് ഒനിയനും കുറച്ച് സോസും ഇട്ടിട്ടുള്ളൊരു ബർഗർ. അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രിങ്ക്സാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇതിലുണ്ട്. ഇത് മാത്രം കൊള്ളാം, ക്രിസ്പി ആയിട്ടുണ്ട്. ഫുഡിൽ നിന്ന് കിട്ടിയ ഡിസപ്പോയിൻമെൻറ്റ് ശ്രീലക്ഷ്മിയുടെ മുഖത്ത് ശരിക്കും കാണുന്നുണ്ട്. സാരില്ല, ഇനിയും വരാനുണ്ട്, ഷേക്സ് വരാനുണ്ടെന്നേ. ബർഗറിൽ കുറച്ച് ഡിസപ്പോയിൻമെൻ്റായി ഇരിക്കുമ്പോൾ ഇതാ നമ്മുടെ ഷേക്സ് എത്തി. ഒന്ന് നമ്മുടെ തിരാമിസും പിന്നെ ഡബിൾ ചോക്ലേറ്റ് ലെയർ ഷേക്കും. അപ്പം ഞാൻ ഡബിൾ ചോക്ലേറ്റ് ലെയർ ഷേക്കാണ് ഓർഡർ ചെയ്തിരുന്നത്. തിരാമിസു ശ്രീലക്ഷ്മിയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ കുഴപ്പമില്ലയെന്നേ പറയാൻ പറ്റുള്ളൂ. തിരാമിസു തീരെ പോരായിരുന്നു. ബട്ട് നമുക്ക് തോന്നിയത് നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസിൻ്റെ പ്രശ്നമായിരിക്കാം, വേറെ ഇവിടെ നല്ല സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും ഇവിടുത്തെ ആംബിയൻസിന് നമുക്കൊരു 100 ഔട്ട് ഓഫ് 100 കൊടുക്കാം. ഒരു രക്ഷയില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇത് നേരിട്ട് കാണാനും ഫോട്ടോയിലും വീഡിയോസിൽ കാണാനും. ഇൻസൈഡും ഔട്ട്സൈഡും ഗുഡ് ആംബിയൻസ് ആണ് കേട്ടോ. പുറത്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള വ്യൂസാണ്. അപ്പോൾ തിരാമിസുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും ഒക്കാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർ മാറ്റി തന്നു കേട്ടോ. അപ്പോൾ അത് ഹൈലി അപ്രീഷ്യബിൾ. ഞങ്ങളത് എന്ത് ചെയ്യും എന്നറിയാതെ, ബിക്കോസ് ഇതാണെങ്കിൽ ഭയങ്കര ഷുഗറി ആയിരുന്നു, പിന്നെ തിരാമിസുവിൻ്റെ ബേസിക് സ്ട്രക്ചറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്നിരുന്ന് അവസാനം ഞങ്ങൾ പറഞ്ഞു, ഉടനെ തന്നെ അവർ മാറ്റി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഷേക്ക്. തിരാമിസു ആണ് ഞങ്ങളുടെ വിഷയം, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ കഴിച്ചിട്ടുള്ള തിരാമസ് ഇങ്ങനെ എഴുതില്ല, കളറ് പോലില്ല. ധൈര്യമായിട്ട് കുടിച്ചോ. ഒരു സിപ്പം കൂടിയുള്ളൂ കേട്ടോ. ടീച്ചർ നമ്മൾ വഞ്ചിക്കപ്പെട്ടു. തീർച്ചയായിട്ടും. ബൈ.
അങ്ങനെ പുതിയ ഷേക്ക് നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അവരതിനെ റീപ്ലേസ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഈ ഷേക്കൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. സംഭവം നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ വേറെ എന്തൊക്കെയോ സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വീണ്ടും പറയുന്നു, ആംബിയൻസ് കിടിലനാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്താൽ തന്നെ ഇവിടെ വന്നത് മുതലാവും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ക്ലോത്ത്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാക്സിൽ കയറണം, പിന്നെ സ്റ്റുഡിയോയിൽ കയറണം. മാക്സിൽ ടോപ്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ ഓഫേഴ്സും ഉണ്ട്. എന്നാലും ഓഫർ അങ്ങോട്ട് പോരാ. ഓക്കെ, അങ്ങനെ ഒരു ഓട്ടപ്രദർശനം നടത്തി 3 സെക്ഷൻ അങ്ങോട്ട് കവർ ചെയ്ത് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റുഡിയോയിലും കൂടി ഒന്ന് കയറണം. എത്തിയിരിക്കുന്നു. സ്റ്റുഡിയോ എപ്പോഴും നമ്മളെ ഹാപ്പിയാക്കുന്നൊരു പ്ലേസാണ്. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഔട്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയുന്നു കേട്ടോ.